Bismillahir Rahmanir Rahim. In the name of Allah, the Beneficent, the Merciful. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah, alhamdulillahi rabbil alameen. Thumma salatu wassalamu ala ashrafil anbiya'i wal mursalin wa ala alihi wa ashabihi wa man istanna bi sunnatihi ila yawmiddin, amma ba'd. വളരെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന റമദാൻ ഡെയിലി ക്വിസ് മത്സരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അതിനെ ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ പോലും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹ. അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്തത്ര അനുഗ്രഹങ്ങളിൽ രണ്ട് അനുഗ്രഹങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഒരു ഹദീസിൽ ആ രണ്ട് അനുഗ്രഹങ്ങളാൽ ഭൂരിഭാഗം ആളുകളും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ, ആ രണ്ട് അനുഗ്രഹങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണ് രണ്ട് അനുഗ്രഹങ്ങൾ? അസ്സിഹ്ഹതു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവു സമയവും. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ആരോഗ്യം. നമ്മൾ സാധാരണ പറയാറുണ്ട്, കണ്ണുള്ളപ്പോൾ കാഴ്ചയുടെ വില അറിയുകയില്ല. സത്യത്തിൽ നമ്മളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയാൽ കണ്ണ്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള കണ്ണ് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് നന്മകളുണ്ട്. കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെയാണ് കാതും. ഒരുപാട് നന്മകൾ കേൾക്കാൻ നമുക്ക് അവസരങ്ങളുണ്ട്, പക്ഷെ ആ കാതിനെ ഉപയോഗപ്പെടുത്താതെ കേൾവി നഷ്ടപ്പെട്ടതിന് ശേഷം അതിനെക്കുറിച്ച് ആലോചിച്ചത് കൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഓരോ അവയവങ്ങളും. കൈകൾ കൊണ്ടും കാലുകൊണ്ടും മറ്റേതൊരു അവയവം കൊണ്ടും ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാം, പക്ഷെ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചത് കൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഒഴിവ് സമയവും. നമുക്ക് ഒരുപാട് സമയമുണ്ട്. ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന ഏക മൂലധനം എന്ന് പറയുന്നത് സമയമാണ്. എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂറാണുള്ളത്. ഈ 24 മണിക്കൂറിനെ എങ്ങനെ ഒരാൾ വിനിയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അയാളുടെ പ്രതിഫലം നിശ്ചയിക്കപ്പെടുക. ഈ സമയത്തെക്കുറിച്ച്, നമ്മുടെ ആയുസ്സിനെ കുറിച്ച്, നമ്മൾ വെറുതെ കളയുന്ന നമ്മുടെ ഒഴിവ് സമയത്തെക്കുറിച്ച് നമ്മൾ ഖേദിക്കുന്ന ഒരു ഘട്ടം പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ. അവരുടെ അടുക്കൽ മരണം വന്നെത്തുന്ന സമയത്ത് അവർ പറയും, റബ്ബേ, എന്നെ ഒന്ന് തിരിച്ചയച്ചിരുന്നുവെങ്കിൽ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്. ഞാൻ ഉപേക്ഷിച്ച, ചെയ്യാൻ മറന്നുപോയ അല്ലെങ്കിൽ നീട്ടിവെച്ച ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. റബ്ബേ, അതൊക്കെ ചെയ്യാൻ എന്നെ ഒന്ന് തിരിച്ചയച്ചിരുന്നുവെങ്കിൽ. പക്ഷേ ആ വാക്കുകൊണ്ട് ഒരു കാര്യവുമില്ല. എന്നാൽ ഇന്ന് നമുക്കതിന് സമയമുണ്ട്. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മയ്യത്ത് മറമാടുന്ന സമയത്ത് തൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിക്കുന്നുണ്ട്, ഈ മരണപ്പെട്ട് കിടക്കുന്നത് താങ്കളായിരുന്നുവെങ്കിൽ താങ്കൾ എന്തായിരിക്കും ഇപ്പോൾ ആഗ്രഹിക്കുക? ഉടനടി അദ്ദേഹം ഉത്തരം പറഞ്ഞു, ഒന്നുകൂടെ ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാമായിരുന്നു എന്ന്. അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, ആ മരിച്ചു കിടക്കുന്ന സമയത്ത് അത് ആഗ്രഹിച്ചത് കൊണ്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ അപ്പോൾ താങ്കൾ ആഗ്രഹിക്കുമെന്ന് പറയുന്ന ആ ഒരു സ്വപ്നം, ആ സ്വപ്നമാണ് യഥാർത്ഥത്തിൽ താങ്കൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ സമയം, ഈ കിട്ടിയിട്ടുള്ള സമയം താങ്കൾ അതിനെ ഉപയോഗപ്പെടുത്തുക എന്ന് അദ്ദേഹം ഉപദേശം നൽകുന്നുണ്ട്. നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളെ ഒരിക്കലും നമ്മൾ അതിൽ വഞ്ചിതരാകാതിരിക്കുക. പരമാവധി അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയുടെ പേര് എന്താണ് എന്നതാണ്. ഈ ഉത്തരം എല്ലാവരും അയച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.